നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. UDF അധികാരത്തിൽ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിക്ഷേപിക്കുന്ന ഒരാളുടെയും പണം നഷ്ടമാകില്ല, അത് സഹകരണ ബാങ്കുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ്. ആരോഗ്യ മേഖലയ്ക്കെതിരെ അപവാദ പ്രചാരണം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നടത്തി. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംരക്ഷണ സദസ്സ്. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദരവും പ്രതിഭ അവാർഡ് വിതരണവും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. UDF വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരുനാഗപ്പള്ളി പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപിക്കുന്ന ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും അത് സഹകരണ ബാങ്കുകളുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. UDF വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപിക്കുന്ന ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും അത് സഹകരണ ബാങ്കുകളുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാം തീരുന്ന സമയത്താണ്, ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോഴേക്കും നമ്മുടെ മൂക്കിൽ പല്ല് വരും, പൈസ തിരിക്കുന്ന ആളുകളില്ല, അപ്പോഴേ കിട്ടും. ഇവിടെ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹകരണ ബാങ്കിൽ നിക്ഷേപമിട്ട ഒരാളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല. ആ ഒരൊറ്റ പ്രഖ്യാപനം തന്നെ കേരളത്തിലെ സഹകരണ മേഖലയുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാവും. വലിയ വളർച്ച, വലിയ മാറ്റം ഉണ്ടാവും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ ബാങ്ക്. ഇതിപ്പോ എത്ര വാർഡുണ്ട് പഞ്ചായത്തിന്റെ അതിർത്തി? 3 വാർഡ്. 3 വാർഡിന്റെ അതിർത്തിയിലാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം എന്താ, ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. എന്തിനാണ് ആളുകൾ ലോൺ എടുത്തുകൊണ്ട് പോകുന്നത്? മകളുടെ കല്യാണത്തിന്, അല്ലെ, വീട് പണി പൂർത്തിയാക്കാൻ, ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ ഒക്കെ പണം എടുത്തുകൊണ്ട് പോവാണ്. ആ പണം ഇവിടെ തന്നെ പലരിലുമായിട്ട് വിതരണം, നമ്മുടെ നാട്ടിൽ തന്നെ പലരിലുമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ സഹകരണ ബാങ്കിന്റെ പ്രസക്തി. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. 50 വർഷമായി ബാങ്ക് പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുന്ന K രാജശേഖരനെ ചടങ്ങിൽ ആദരിച്ചു. KC രാജൻ, നജീം മണ്ണിൽ, മോഹനൻ, വരുൺ ആലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, മുതിർന്ന സഹകാരികളെ ആദരിക്കൽ, ചികിത്സാ ധനസഹായം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി. കുലശേഖരപുരം പഞ്ചായത്തിലെ 3 വാർഡുകളിലായി പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്ന സഹകരണ ബാങ്ക് അഭൂതപൂർവമായ വളർച്ചയിലാണെന്ന് ബാങ്ക് അധികാരികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയത്തിന് 1 കോടി രൂപ വകയിരുത്തി. കുണ്ടറ നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ്, മുക്കട റെയിൽവേ ഗേറ്റ് സമാന്തര പാത നിർമ്മാണത്തിന് 1 കോടി രൂപ വകയിരുത്തി. ഇളമ്പള്ളൂർ, കൊച്ചങ്കര എന്നിവിടങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളെ ഒരിടത്ത് വിന്യസിപ്പിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായാണ് കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയം പദ്ധതി നടപ്പാക്കുന്നത്. നിലവിലെ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഇതിന് 1 കോടി രൂപ വകയിരുത്തിയതായി PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. കണ്ണനല്ലൂർ വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾ പലയിടത്തായി മാറിപ്പോകേണ്ടി വരുന്ന സാഹചര്യവും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പല സ്ഥലങ്ങളിൽ പോകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത്. കുണ്ടറ മണ്ഡലത്തിലെ 7 പദ്ധതികൾക്കായാണ് ബജറ്റിൽ തുക വരുത്തിയിട്ടുള്ളത്. KSTP 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കുട്ടിയം, കുണ്ടറ, കൊല്ലം, ആയൂർ എന്നീ റോഡുകൾ ഉൾപ്പെടെ വിവിധ നിയോജകമണ്ഡലങ്ങളിലെ വിവിധ റോഡുകളെ ഉൾപ്പെടുത്തി 100 കോടി രൂപയുടെ ഒറ്റ പാക്കേജായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇളമ്പള്ളൂർ, കൊറ്റങ്കര പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കും. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിമൺ, നീലംതാഴം, കുണ്ടുമൺ ഭാഗത്തേക്കുള്ള പാലം നിർമ്മിക്കുന്നതിനും കുണ്ടറ നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റ്, മുക്കട റെയിൽവേ ഗേറ്റ് സമാന്തര റോഡ് നിർമ്മിക്കുന്നതിനുമായി 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറയിൽ ഉദ്യാന നഗരം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ മോഷ്ടിക്കുന്നതായി പരാതി. ചെടികൾ മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്.
സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ പ്രദേശങ്ങളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഓച്ചിറ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വില കൂടിയ ഇത്തരത്തിലുള്ള ചെടികൾ മോഷണം പോകുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ചെടികൾ പിഴുതുകൊണ്ട് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ മോഷണം പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്യാന നഗരം പദ്ധതി ഓച്ചിറയിൽ നടപ്പാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നടത്തി. ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംരക്ഷണ സദസ്സ്. ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു പൊതുജന ആരോഗ്യ സംരക്ഷണ സദസ്സ്. CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തുക മുടക്കി ചികിത്സ നേടാൻ സാമ്പത്തിക ശേഷിയുള്ളവർ പോലും അസുഖം വന്നാൽ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് പോകേണ്ടത് എന്ന ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? അതുണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തിയ സമഗ്രമായ ഇടപെടൽ കൊണ്ടാണ്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുമെന്ന സാഹചര്യമൊന്നും മുമ്പൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലുകളിൽ മാത്രം കിട്ടുമായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി KGNA ജില്ലാ വൈസ് പ്രസിഡന്റ് S വീണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M മനീഷ് ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ G സുനിൽ, KSDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം RB ശൈലേഷ് കുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM നിസാം, KGNA ജില്ലാ ട്രഷറർ SG ഗംഗ, O രജനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDF-ൽ നിന്ന് 2 പേർ UDF-ൽ ചേർന്നു. ചാനൽ ചർച്ചകളുടെ ഭാഗമായിരുന്ന CPIM-ലെ BN ഹസ്കർ, CPI നേതാവ് മുസ്തഫ എന്നിവരാണ് RSPയിൽ ചേർന്നത്. ചവറയിലെ ബേബി ജോൺ അനുസ്മരണ പരിപാടിയിലാണ് ഇരുവരും RSPയിൽ ചേർന്നത്. കൊല്ലത്തെ 2 LDF നേതാക്കളാണ് UDF-ലെത്തിയത്. ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന CPM-ലെ BN ഹസ്കർ, മുതിർന്ന CPI നേതാവ് A മുസ്തഫ എന്നിവരാണ് RSPയിൽ ചേർന്നത്. ചവറയിൽ നടന്ന ബേബി ജോൺ അനുസ്മരണ സമ്മേളനത്തിൽ ഇരുവരും RSPയിൽ ചേരുകയായിരുന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു UDF പ്രവേശം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതിനെ തുടർന്ന് CPM വിലക്ക് നേരിട്ട BN ഹസ്കർ RSPയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കയറ്റിയതിനെയാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷം അതിന്റെ ജീർണതയുടെ പരമകോടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടും 36 കൊല്ലം പാർട്ടിക്കൊപ്പം നടക്കുകയും പാർട്ടിയായി ശ്വസിക്കുകയും ചെയ്തിരുന്ന ഞാൻ എന്റെ പാർട്ടിയെ വിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സൈദ്ധാന്തിക വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടക്കണം എന്ന ഉദ്ദേശത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ജീർണതകൾക്കെതിരെ പോരാടുന്നതിനു വേണ്ടി ഇടതുപക്ഷ മൂല്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞാൻ RSPയിലേക്ക് ചേർന്നിരിക്കുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ, ആ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാവണമെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തണമെന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിന്റെ ഭരണകൂടത്തിന് മേലെ ഒരു അധികാരവർഗം ഉയർന്നു വന്നിരിക്കുന്നു. ആ പുതിയ വർഗമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPM-നെയും ജീർണിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് ആ ജീർണതയുടെ ദുർഗന്ധം ഇനി ശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ആ പാർട്ടി വിട്ട് RSPയിലേക്ക് എത്തുന്നതിനുള്ള തീരുമാനം.
CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും LDF ചടയമംഗലം നിയോജകമണ്ഡലം കൺവീനർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് A. മുസ്തഫ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ചടയമംഗലത്ത് മുസ്തഫ സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിൽ ചർച്ചകൾ നടന്നിരുന്നു. 20 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ആലോചനകൾ വിവിധ തലങ്ങളിൽ നടത്തി അക്കാര്യത്തിൽ തയ്യാറാക്കിയ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ പോയി. 2016 അനുഭവം ഞാൻ പറഞ്ഞു. ഒരു പ്രതിഷേധവും എനിക്കുണ്ടായിരുന്നില്ല. ദൗർഭാഗ്യവശാൽ 3 മണ്ഡലങ്ങളിലെ കരുനാഗപ്പള്ളിയിൽ R. രാമേന്ദ്രൻ, ചാത്തന്നൂരിൽ GS ജയലാൽ, പുനലൂരിൽ PS സുബാൻ ആ പ്രപ്പോസലിൽ നിന്നും 3 അംഗീകരിച്ചു. ചടയമംഗലം ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഖാവ് റെസ്റ്റ് ഹൗസിൽ വരെ ഒന്ന് വരണം. എന്റെ സെക്രട്ടറി അല്ലേ വിളിക്കുന്നത് എന്ന് കരുതി ഞാൻ റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോ സഖാവ് കാനൻ രാജേന്ദ്രനും സഖാവ് പന്ന്യൻ രവീന്ദ്രനും ആ റൂമിലുണ്ട്. അഭിമാനത്തോടെ കയറിയിരുന്നു. എന്നോട് പറഞ്ഞു, സഖാവ് മുസ്തഫ, ആ ജില്ലയിൽ 4 സീറ്റുകളുണ്ട്, നമുക്കൊരു വനിതയെ മത്സരിപ്പിച്ചല്ലേ കഴിയൂ. ഞാൻ പറഞ്ഞാൽ എന്താ സാധ്യത കുഴപ്പം? അത് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്ത് നിന്നും നമുക്ക് ആ വനിതയെ നിർത്തി വിജയിപ്പിക്കും. ഞാൻ ചോദിച്ചു, സഖാവേ, ഇത് 4 നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പുനലൂരിൽ നിന്ന് നിർത്തി മത്സരിപ്പിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? 2 തവണ അയാൾ പൂർത്തിയായില്ലേ? 3ാമത്തെ തവണ വീണ്ടും മത്സരിക്കാനല്ലേ ഇപ്പോൾ നിർദ്ദേശിച്ചു? പോട്ടെ, കരുനാഗപ്പള്ളി രാമേന്ദ്ര സാബ് ഒരു തവണയും മത്സരിച്ചു. GS ജയലാലിന്റെ ചാത്തന്നൂരിൽ നിന്നായിക്കൂടെ? ഇതൊന്നും ആ രീതിയിൽ പരിഗണിക്കാം. എങ്ങനെ എന്നെ ഒഴിവാക്കാം? ഞാൻ MLA ആകാൻ വേണ്ടി ജനിച്ചയാളല്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരായ പ്രവർത്തകനാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. ഹൈപാസ് ലൈറ്റിൽ കുരുങ്ങിയ പരുന്തിന് രക്ഷകരായി റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ പവർ വിഭാഗം ജീവനക്കാരും അഗ്നിരക്ഷാസേനയും. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ RRI ക്യാബിന് സമീപത്തെ ലൈറ്റിലാണ് പരുന്ത് കുടുങ്ങിയത്. രക്ഷപ്പെടുത്തിയ പരുന്തിനെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വനംവകുപ്പിന് കൈമാറി. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കൊല്ലം റെയിൽവേ ജംഗ്ഷനിലെ RRI ക്യാബിനടുത്തായി ഹൈമാസ്റ്റ് ലൈറ്റിലാണ് പരുന്ത് തലകീഴായി കുരുങ്ങിക്കിടന്നത്. പരുന്തിന് രക്ഷകരായി മാറിയതാകട്ടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ പവർ വിഭാഗത്തിലെ ജീവനക്കാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമാണ്. കൊല്ലം ഇലക്ട്രിക്കൽ പവർ വിഭാഗത്തിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഉഷാ ശർമ്മയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജീവനക്കാരായ ജോയി, ഷാൻ, ബിനിയ, അഖിൽ എന്നിവരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരുന്തിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. 2 കാലുകൾക്കും പരിക്കേറ്റ നിലയിലായിരുന്നു പരുന്ത്. രക്ഷപ്പെടുത്തിയ പരുന്തിനെ ഓലയിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം വനം വന്യജീവി വകുപ്പിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് RPL AITUC യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ശമ്പള വർധനവ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. RPL AITUC യൂണിയന്റെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കാർഷിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ശമ്പള വർധനവ് നടപ്പാക്കുക, ഇടക്കാലാശ്വാസമായി 100 രൂപ നൽകുക, ഗ്രാറ്റുവിറ്റി 1 മാസത്തെ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. AITUC കൊല്ലം ജില്ലാ സെക്രട്ടറി G. ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ ഗ്രാറ്റുവിറ്റി തുക 30 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക വേണം. ഒരു മാസത്തെ ശമ്പളമല്ല നമ്മൾ പറയുന്നത്, 30 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ തരേണ്ടതെന്നാണ് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും പലതാണ്. കശുവണ്ടി രംഗത്താണെങ്കിൽ 7 ദിവസവും 15 ദിവസവുമാണ് കൊടുക്കുന്നത്. അതും 30 ദിവസം ആക്കണമെന്ന് പറഞ്ഞുള്ള പ്രത്യേകമായ സമരങ്ങൾ നടക്കിയത്. നിങ്ങൾക്കിവിടെ എന്തായാലും 20% കിട്ടുന്നത് വളരെ ഇതാണ്. 20 ദിവസത്തെ ശമ്പളം കിട്ടുന്നത് അത് വർദ്ധിപ്പിക്കണം. ഇവിടെ അജയ് പ്രസാദ് സഭ പറഞ്ഞതുപോലെ ഓരോ വർഷം ഓരോ ദിവസം കൂട്ടിയാൽ മതി. 5 വർഷം കൊണ്ട് 5 ദിവസത്തെയും കൂടെ കൂടും. അതിന് പോലും തയ്യാറാകാതെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇവർ പോകാതെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. RPL യൂണിയൻ ജനറൽ സെക്രട്ടറി C. അജയ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്ലാന്റേഷൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി H. രാജീവൻ, ജോബോയ് പെരേര, വി രാജൻ, രമേശ്, കലാദേവി, തമിഴ് സെൽവൻ, ചിത്രരാജ്, മുരുകയ്യ, ജ്യോതി, രാജ്ലാൽ, അക്ഷയ്, ഷിജു, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്
3 ആവശ്യങ്ങൾ ഞങ്ങൾ പ്രധാനമായും ഈ മാനേജ്മെൻറ്റിന് മുമ്പിൽ, അതുപോലെ കേരളത്തിലെ നമ്മളെല്ലാവരും കൂടി പടുത്തുയർത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുടെ മുന്നിലും നമ്മൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ഈ ഇരിക്കുന്നതിൽ ധാരാളം കാഷ്വൽ തൊഴിലാളികളുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ പണിയെടുക്കുന്ന കാഷ്വലായി പണിയെടുക്കുന്ന തൊഴിലാളികൾ 275 പേരാണ്. 1ഉം 2ഉം അല്ല, 275ഓളം വരുന്ന കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഈ കാഷ്വൽ തൊഴിലാളികളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത കാലം മുതലേ മാനേജ്മെൻറ്റുകളോടും മാറി മാറി വരുന്ന കേരളത്തിലെ ഗവൺമെൻറ്റുകളോടും AITUC അടക്കമുള്ള ട്രേഡ് യൂണിയനിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓച്ചിറ ഞക്കനാൽ വി പൊന്നപ്പനാചാരി ഗ്രന്ഥശാലയുടെ വാർഷികം ഫെബ്രുവരി 1 നടക്കും. കവിയരങ്ങ്, സാഹിത്യ പുരസ്കാരദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൃഷ്ണപുരം ഞക്കനാൽ വി പൊന്നപ്പനാചാരി ഗ്രന്ഥശാലയുടെ 3ാമത് വാർഷികമാണ് ഫെബ്രുവരി 1 നടക്കുന്നത്. ഓച്ചിറ വി പൊന്നപ്പനാചാരി സാഹിത്യ പുരസ്കാരദാനം, പുസ്തക പ്രകാശനം, ആദരം, അനുമോദനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ആളുകൾ നോവലും കഥാസമാഹാരവും കവിതാ സമാഹാരവും നമുക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. ജഡ്ജിംഗ് പാനൽ വളരെ ബുദ്ധിമുട്ടിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. ഇന്നത്തെ നോവലിന് MP ജനാർദ്ദനൻ മഞ്ചേരി അവറുകൾ പരുമലയൻ എന്ന നോവലിനാണ് പൊന്നപ്പനാചാരി സാഹിത്യ പുരസ്കാരം അർഹനായത്. കവിതാ സമാഹാരത്തിന് ശ്രീ സുദീപ് P. ജോർജ് കവിതാ സമാഹാരത്തിനും ഡോക്ടർ ദിവ്യ L. വൃക്ഷമനുഷ്യൻ എന്ന കവിതാ സമാഹാരത്തിനുമാണ് സാഹിത്യ പുരസ്കാരം ഇപ്രാവശ്യം വിജയികളായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊന്നപ്പനാചാരി സാഹിത്യ സ്പെഷ്യൽ ജൂറി പുരസ്കാരം 4 വ്യക്തികൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. കവിതാ സമാഹാരത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുന്നത് ശ്രീ അഹമ്മദ് ഖാൻ, കവിതാ സമാഹാരത്തിന് പ്രേംരാജ്, അതുപോലെ തന്നെ നോവലിന് അഡ്വക്കേറ്റ് നസീറ, അതുപോലെ കവിതാ സമാഹാരത്തിന് പ്രിയ ജോസഫ് എന്നീ വ്യക്തികൾ കൂടി സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൂടി നൽകിയാണ് നമ്മൾ ഈ പരിപാടി. ഓച്ചിറ ഞക്കനാൽ ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനവും പുരസ്കാരദാനവും CR മഹേഷ് MLA നിർവഹിക്കും. S. ശിവപ്രസാദ് അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികൾ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദരവ്, പ്രതിഭ അവാർഡ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSK ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദരവും പ്രതിഭ അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ലതാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യായിട്ടുള്ള പ്രിൻസിപ്പാൾ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഈ സ്കൂള് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാതൃകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് എന്ന് കാണുന്നതിൽ ജില്ലയിലെ സ്കൂളുകളുടെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണം നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ മികവിൽ 2ാമതായിട്ട് ഈ സ്കൂളിനെ എത്തിച്ച, അതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ച ഇവിടുത്തെ അധ്യാപകരും അധ്യാപികമാരും ആയിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞാൻ കലവറയില്ലാതെ അഭിനന്ദിക്കുകയാണ്. PTA പ്രസിഡന്റ് ഷറഫ് ടെലിപാർക്ക് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ BL അരുണാഞ്ജലി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ അവാർഡ് വിതരണം നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നിസാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കബീർ എൻസൈൻ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന പ്രവീൺ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K. സുഭാഷ്, വികസന സമിതി കൺവീനർ RD പത്മകുമാർ, സ്റ്റാഫ് സെക്രട്ടറി യസ്മിത, പ്രഥമാധ്യാപിക സുജ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആദരവ് സംഘടിപ്പിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശാസ്ത്ര പത്രപ്രവർത്തക പുരസ്കാരം നേടിയ തേവാരത്തിൽ അശ്വിനാണ് ആദരവ് നൽകിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ സംസ്ഥാന ശാസ്ത്ര പത്രപ്രവർത്തന പുരസ്കാരം നേടിയ തേവാരത്തിൽ അശ്വിനെയാണ് ആദരിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ ഉപഹാരം നൽകി ആദരിച്ചു. നല്ല ഒരു പഞ്ചായത്ത് ആക്കി മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ
അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം മറ്റുള്ളവർ അത് അനുകരിച്ചു പോകുന്നതാകാൻ പാടില്ല. നമ്മളെ അനുകരിക്കുന്നതാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ആകണം. അതിന് എനിക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് നൽകുന്ന ഏറ്റവും വലിയ നിർദ്ദേശങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ഞാൻ. ആ നിർദ്ദേശങ്ങളോളം കരുത്തുള്ളതല്ല മറ്റുള്ളത് എന്ന് എനിക്ക് എന്റെ അനുഭവത്തിന്റെ സാക്ഷ്യത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, എന്റെ മനസ്സിൽ കുറിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ശുഭാപ്തി വിശ്വാസമാണ്. നിങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ അതിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അനുകരിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നാസിം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സെവന്തികുമാരി, മീന പ്രവീൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജുമോൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അയ്യാനിക്കൽ മജീദ്, ബി ശ്രീദേവി, അഖിൽ, BS വിനോദ്, ചിഞ്ചു അശോകൻ, മണിയപ്പൻ, ജയകുമാരി, സന്തോഷ് തണൽ, ശ്രീലത പ്രകാശ്, ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. UDF അധികാരത്തിൽ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിക്ഷേപിക്കുന്ന ഒരാളുടെയും പണം നഷ്ടമാകില്ല, അത് സഹകരണ ബാങ്കുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ്. ആരോഗ്യ മേഖലയ്ക്കെതിരെ അപവാദ പ്രചാരണം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നടത്തി. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംരക്ഷണ സദസ്സ്. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദരവും പ്രതിഭ അവാർഡ് വിതരണവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.